ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവുവിനെ പെണ്ണ് ചോദിക്കാനായിട്ട് അരുണിൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നു. പക്ഷേ അരുണിനോട് വരണ്ട എന്നും അരുണിനോട് അവിടെ കാത്തു നിന്നാൽ മതിയെന്നും നിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ നേരെ രേവതിയുടെ വീട്ടിലേക്ക് കയറി ചെന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ദേവുവിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ടും കർശനം പിടിക്കുകയാണ്. വേണ്ട, ഈ കല്യാണത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, കാരണം സച്ചിമോൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുകയുള്ളൂ എന്നൊക്കെയാണ് അവിടെ രേവതിയുടെ അമ്മ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന് സച്ചിമാരോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർത്തോളൂലേ, എന്തിനാണ് സ്നേഹിക്കുന്നവരെ പിരിക്കാനായിട്ട് നിൽക്കുന്നത്? എൻ്റെ മകൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, അവൻ നല്ലവനാണ് എന്നൊക്കെ പറയണം. അതേപോലെ തന്നെ ദേവുവും നല്ലൊരു പെൺകുട്ടിയാണ്, അവളെ എനിക്ക് മരുമകളായിട്ട് വേണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും ഈ രേവതിയുടെ അമ്മ ഇതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ്, ഇല്ല, എൻ്റെ സച്ചിമോൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിനോട് അവന് താല്പര്യമില്ല എന്നാണ്. അപ്പോൾ ദേവുവിന് വേണ്ട കല്യാണാലോചനയൊക്കെ അവൻ നോക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ചെറുക്കനെ തന്നെ എൻ്റെ ദേവുവിന് കൊണ്ടുവരും, നിങ്ങളിനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേലെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മയെ പറഞ്ഞയക്കുക. അപ്പോൾ ഈ അമ്മ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് പടി ഇറങ്ങുന്നത്. ഇത് കണ്ട് രേവതിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അമ്മ എന്ത് പരിപാടി അമ്മയെ കാണിച്ചത്? എന്തിനാ അമ്മ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ അമ്മ പെരുമാറേണ്ടത്? ഇത് വളരെയേറെ മോശമായി പോയി അമ്മേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞൊക്കെ രേവതി, നീ മിണ്ടാതിരിക്കും രേവതി. ഞാൻ പറഞ്ഞല്ലോ, സച്ചി അറിയാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. സച്ചിയാണ് ഈ കുടുംബത്തിലെ എല്ലാം. അവൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ രേവതി നിനക്ക്. എൻ്റെ സച്ചി മോന് അരുണിനെ ഇഷ്ടമല്ല, അപ്പം പിന്നെ അത് നടക്കണ്ടെന്നേ, കല്യാണം നടക്കണ്ട. അവൻ തന്നെ നല്ലൊരു ചെറുക്കനെ നോക്കി ഇവൾക്ക് കൊണ്ടുവന്നോളും, അതിനെക്കുറിച്ച് ഓർത്തൊന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ പറയാം. അങ്ങനെ അമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവു ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ദേവുവിനെ ആശ്വസിപ്പിക്കാനും പറ്റുന്നില്ല. മോളെ ദേവു എന്ത് ചെയ്യാനാണ് മോളെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവു ആണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയി കട്ടിൽ കിടന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയുടെ എന്ത് ഭാവിച്ചാണ്, സച്ചിയുടെ എന്തിനാണ് ഇവരുടേത്? അപ്പോൾ ഈ അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്നൊക്കെ രേവതിക്ക് മനസ്സിലാക്കണം. അത്ര വലിയ പ്രശ്നക്കാരനൊന്നും അല്ല, കാരണം അമ്മയും നല്ലൊരു സൗമ്യമായുള്ള പെരുമാറ്റമുള്ള ഒരാളാണ്. അപ്പം മകനും അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ എന്നൊക്കെ രേവതി മനസ്സിലിങ്ങനെ കരുതുകയാണ്. അങ്ങനെ ഈ അരുണിൻ്റെ അമ്മ നേരെ അങ്ങോട്ട് അരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്തായി കാര്യങ്ങളെല്ലാം സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മയുടെ മുഖം ആകെ വാടിയിരിക്കുക. എന്ത് പറ്റി അമ്മേ? അവർ അമ്മയെ പുറത്താക്കിയതാണെന്ന് ചോദിച്ചപ്പോഴേക്കും, മോനെ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? അവരെന്താ പറഞ്ഞത്? ഞാൻ ദേവുവിൻ്റെ അമ്മയോട് പല കാര്യങ്ങളും സംസാരിച്ച് നോക്കി, പക്ഷേ ദേവുവിൻ്റെ അമ്മ പറയുന്നത് സച്ചി മോൻ അറിയാതെ ഇവിടെ ഒരു കാര്യം നടക്കില്ല, സച്ചി മോനോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല, അവന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യില്ലെന്നൊക്കെയാണ് അവിടെ പറഞ്ഞു കൂട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത് കേട്ട അരുണിന് ഭയങ്കരമായിട്ടും കലി വരികയാണ്. അമ്മേ, ഇവിടെ പ്രണയിക്കുന്നത് ഞാനും ദേവുവാണ്, ഞങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഇവൻ ആരാണ്? സച്ചി. അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ മോനെ, ഞാൻ പറഞ്ഞല്ലോ, അവരോട് മാക്സിമം ഞാൻ സംസാരിച്ച് നോക്കി, പക്ഷേ അവർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. പക്ഷെ ആ രേവതിയില്ലേ, ദേവുവിൻ്റെ ചേച്ചിക്ക് ഇതൊക്കെ നടത്തണമെന്ന് വലിയ ആഗ്രഹമൊക്കെയാണ്, പക്ഷേ അവരുടെ അമ്മയാണ് സമ്മതിക്കാത്തത്. സച്ചി ആ വീട്ടിലെ മരുമകനല്ല, മകനാണെന്നൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്. സച്ചി അറിയാതെ ഒന്നും ചെയ്യില്ല, സച്ചി വേറൊരു ചെറുക്കനെ കണ്ടെത്തിക്കോളും എന്നൊക്കെയാ ആ അമ്മ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത്. ഇത് കേട്ടാരണം അവിടെ കിടന്ന് കാലി തുള്ളിയിട്ട്, അമ്മേ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമേ. ദേവുവിനെ തന്നെ ഞാൻ കല്യാണം കഴിക്കും, അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കുക തന്നെ ചെയ്യുമേ. അതിന് ആരുടെയും ഒത്താശയുടെ ആവശ്യമില്ല. ഈ സച്ചി ആരാണ്? അവൻ എന്നെക്കുറിച്ച് എന്തറിയാം? അവനെ എപ്പോഴും എന്നെ കാണുമ്പോൾ ഒരു കലിപ്പുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാ. ഏതായാലും അരുണ, നീ എന്തോ അവനെ കള്ളക്കേസിൽ കുടുക്കിയെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ ഇങ്ങനൊരു ശാഠ്യം പിടിക്കുന്നത് എന്ന് വിചാരിച്ച് ഒരു പോലീസുകാരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ കയറി ഇടവേണ്ട ആവശ്യമില്ലല്ലോ. ഞാനും ദേവും തമ്മിൽ പ്രണയിക്കുന്നതിനിടയിൽ അവൻ കയറി വരേണ്ട കാര്യമില്ലല്ലോ. അമ്മ വണ്ടി കയറി, എന്താ വേണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി കയറി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ ദേവുവിനെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ ദേവു, എന്ത് ചെയ്യാനാണ്? രേവതി ചേച്ചിക്ക് അറിയാലോ, എനിക്ക് അരുണിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അരുണിൻ്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ ചേച്ചി? ആ അമ്മയ്ക്കും എന്നെന്തോരം ഇഷ്ടമാണെന്ന് അറിയാമോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അരുണേട്ടൻ.
അരുണേട്ടനെക്കുറിച്ച് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ നിങ്ങളോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ധിക്കരിക്കാനാണെങ്കിൽ എനിക്ക് അരുണേട്ടൻ്റെ ഒപ്പം ഇറങ്ങി പോയാൽ പോരായിരുന്നില്ലേ? ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അരുണേട്ടനെ കൊണ്ടുവരും, ഒരു ചീത്ത സ്വഭാവക്കാരനായിരുന്നെങ്കിൽ കൊണ്ടുവരൂ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിച്ച് നോക്കാം, ഞാൻ സച്ചേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ ദേവു, എന്തായാലും സച്ചേട്ടൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാലും സച്ചേട്ടൻ ഇത്രയും കടംപിടുത്തം പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സച്ചേട്ടൻ പല ചെറുക്കന്മാരെ എനിക്ക് വേണ്ടി ആലോചിക്കും, പക്ഷെ എനിക്കതൊന്നും സാധിക്കില്ല, എനിക്ക് അരുണേട്ടനെ മറക്കാനായിട്ട് പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയാണ്. അപ്പോൾ ദേവുവിൻ്റെ അമ്മയും വന്ന് പറയാണ്, ദേ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, സച്ചിയുടെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ കൂടെ പോകാനാണെന്ന് തീരുമാനമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇനി അമ്മയുണ്ട് ചേച്ചിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിലോട്ട് കയറി വരാൻ നിൽക്കരുത്. ഇത് എൻ്റെ വാക്കാണ്. സച്ചിയെ ധിക്കരിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യില്ല. എപ്പോൾ നോക്കിയാലും സച്ചി എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രേവതിക്ക് ഇതൊക്കെ കേട്ടിട്ടൊക്കെ കലി വരികയാണ്. രാത്രിയായിട്ടും രേവതിയെ കാണാനില്ല. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ ഇതെന്താ ഇത്ര നേരമായിട്ട് രേവതിയെ കാണാത്തത്, എന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ നേരെ ദേവുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ദേവു, രേവതി വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ചേച്ചി ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നല്ലോ, അവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അരുണേട്ടൻ്റെ അമ്മയൊക്കെ എന്നെ കാണാൻ വന്നായിരുന്നേ. ആ സമയത്ത് ഞാനാ ചേച്ചിയെ വിളിച്ചത്. ചേച്ചി ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞു അവർ സംസാരിച്ച് പോവുകയും ചെയ്തു. ഇത് കേട്ട സച്ചി ആകെ ഷോക്കായിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ ഫോണും വെക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും രേവതി സ്കൂട്ടറായിട്ട് വരികയാണ്. രേവതി ഭയങ്കര ഡള്ളാണ്. രേവതിക്ക് ഭയങ്കര സങ്കടമുണ്ട്. യാതൊരു കാരണവശാലും ഈ ഒരു ദേവുവിൻ്റെ സങ്കടം കാണാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. അങ്ങനെ രേവതി ഒരു അക്ഷരം പോലും മിണ്ടാതെ സച്ചിയെ പോലും മൈൻഡ് ചെയ്യാതെ നേരെ അങ്ങോട്ട് മുന്നോട്ട് നടക്കുക. നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് രേവതി അവിടെ നിന്നേ, നീ ഇവിടെ എന്തും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഇവിടെ നിന്ന് പോയത്? എനിക്ക് പുറത്തു പോകാനുണ്ട്, കുറച്ച് ഓർഡർ പിടിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ടല്ലേ പോയത്? നീ എന്നോട് കള്ളം പറഞ്ഞു. പക്ഷേ സത്യങ്ങൾ പറയേണ്ടവർ എന്നോട് സത്യം പറഞ്ഞു. ദേവുവും അരുണുമാണ് കല്യാണം കഴിക്കാൻ പോകേണ്ടത്. ദേവുവിൻ്റെ കല്യാണമാണ്. എന്നിട്ട് പോലും അവൾ എന്നോട് സത്യം പറഞ്ഞു. പക്ഷെ നീ എന്താ കാണിച്ചു കൂട്ടിയത്? എന്നോട് ഇവിടെ നിന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര മസിലും പിടിച്ച് രേവതിയെ ഇപ്പം തകർക്കും എന്ന രീതിയിൽ തന്നെയാണ് സച്ചി അവിടെ നിൽക്കുന്നത്. ഇതുകൊണ്ട് രേവതിക്ക് എന്ത് പറയണമെന്നറിയാമ്പോൾ, രേവതി എന്നാലും നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല രേവതി, നീ എന്നോട് വലിയ ചതിയാണ് ചെയ്തത്. എന്നോട് കള്ളം പറഞ്ഞുകൊണ്ട് നീ അരുണിൻ്റെ അമ്മയെയും സൽക്കരിക്കാൻ വേണ്ടി നീ പോയല്ലേ? അതും ദേവുവിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നീ പോയല്ലേ? പക്ഷേ ദേവുവിനോട് പറഞ്ഞു സത്യങ്ങൾ മുഴുവനും. അരുണും അവൻ്റെ അമ്മയും കൂടി വീട്ടിൽ വന്ന് പെണ്ണാലോചിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾ സത്യം പറഞ്ഞപ്പോൾ നീ എന്നോട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാ ഇവിടെ നിന്ന് ഇറങ്ങിയത് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അപ്പോഴേക്കും രേവതിയാണെങ്കിൽ സച്ചിയോടൊന്നും മിണ്ടായിരിക്കും. സച്ചിയുടെ ഞാനൊരു സാഹചര്യത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരുന്നെങ്കിൽ സച്ചേട്ടനെ വിടുമായിരുന്നോ? അവരവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ പോയത് സച്ചേട്ടാ എന്ന് പറയണ. വേണ്ട രേവതി, ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്. അവനോ അവൻ്റെ വീട്ടുകാരോ ആ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നാണ് അവർ രണ്ടുപേരും അവിടെ വന്നത്. അപ്പോൾ ഇത് കേട്ട രേവതിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുക. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇനി സച്ചിയെ ധിക്കരിച്ചുകൊണ്ട് രേവതി ആ ഒരു തീരുമാനം പറയോ? ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും നാളത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.